So welcome students. The next topic is magnification. Magnification നമ്മൾ represent ചെയ്യുന്നത് small letter m ഉപയോഗിച്ചിട്ടാണ്. Magnification എന്ന് പറയുന്നത് it is the ratio of image distance to object distance. Image distance എന്ന് പറയുന്നത് v യും object distance u വും ആയതുകൊണ്ട് small m equal to v by u. അതില് magnification it will be positive for erect and virtual image. Virtual image എന്ന് പറയുന്നത് നമുക്കൊരു സ്ക്രീനിൽ കിട്ടില്ല. ഒരു ഇമേജ് നമുക്ക് ഒരു സ്ക്രീനിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് റിയൽ ഇമേജ് എന്നാണ്. അതേസമയം ഒരു റിയൽ ഇമേജിനെ സംബന്ധിച്ച് മാഗ്നിഫിക്കേഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? ഇനി ഒരു ലെൻസോ അല്ലെങ്കിൽ ഒരു മിറർ വഴിയോ ഫോം ചെയ്യുന്ന ഇമേജസ് നമുക്ക് റേ ഡയഗ്രാംസ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ചില റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റൂൾസ് നിങ്ങൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. അതില് first one is that the ray from the object parallel to the principal axis after refraction or reflection passes through the principal focus. അതായത് ലെൻസിന്റെയോ മിററിന്റെയോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ഏതൊരു ലൈറ്റ് റേയും റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ കഴിഞ്ഞാൽ, റിഫ്രാക്ഷൻ നടക്കുന്നത് ലെൻസിൽ കൂടി, റിഫ്ലക്ഷൻ നടക്കുന്നത് മിററിൽ കൂടി, അതിനുശേഷം ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഒരു മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിൽ തന്നെ ആയിരിക്കും ഫോക്കസ്. പക്ഷെ ഒരു ലെൻസിനെ സംബന്ധിച്ച് ഒബ്ജക്റ്റ് ഇരിക്കുന്നതിന്റെ മറുവശത്തുള്ള പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പാസ് ചെയ്യുമെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തത് the light rays passing through the optical center. ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റ് റേ അഥവാ സെന്റർ ഓഫ് കർവേച്ചറിൽ കടന്നു പോകുന്ന ലൈറ്റ് റേ എന്ന് പറയുന്നത് റിഫ്ലക്ഷന് ശേഷം അല്ലെങ്കിൽ റിഫ്രാക്ഷന് ശേഷം എന്താ ചെയ്യുന്നത്? അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകും, റീട്രേസ് ചെയ്യും. അതായത് അതിന് വേറെ ഒരു ബെൻഡിങ്ങോ അല്ലെങ്കിൽ വേറെ ഡീവിയേഷനോ ഒന്നും സംഭവിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോ ഈ രണ്ട് ലൈറ്റ് റേസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ രണ്ട് ലൈറ്റ് റേ, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്ന ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേയും സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ഒപ്റ്റിക്കൽ സെന്ററിലൂടെയോ കടന്നു പോകുന്ന ലൈറ്റ് റേയും കൂടെ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ ജസ്റ്റ് റീട്രേസസ് ദ സെയിം പാത്ത് അല്ലെ. അപ്പൊ ആ രണ്ട് ലൈറ്റ് റേയും കൂടെ എവിടെയാണോ ജോയിന്റ് ആകുന്നത് അവിടെയാണ് ഇമേജ് പൊസിഷൻ ആയിട്ട് വരിക. ഇമേജ് ഫോം ചെയ്യുന്നത് ആ പൊസിഷനിലാണ്. പിന്നെ ഈ രണ്ട് റൂൾസിന്റെയും തിരിച്ചുള്ളതും ബാധകമാണ്. അതായത് ഒരു ഫോക്കസിലൂടെ കടന്നു വരുന്ന ലൈറ്റ് റേ റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ ശേഷം എങ്ങനെ പോകും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. ഇതിന്റെ നേരത്തെ ജസ്റ്റ് റിവേഴ്സ് ഓർഡർ ആണ് ഫസ്റ്റ് റൂൾ നമ്മൾ പറഞ്ഞത്. പിന്നെ സെക്കൻഡ് വൺ എന്താ നമ്മൾ പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വഴിരുന്ന ലൈറ്റ് റേ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടി വരുന്ന ലൈറ്റ് റേ റീട്രേസസ് ദ സെയിം പാത്ത് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ. അപ്പൊ അതാണ് പ്രധാനമായിട്ടും മൂന്ന് റൂൾസ് ഇമേജ് ഫോർമേഷൻ ഗവേൺ ചെയ്യുന്നത്. അപ്പോ ഇത് മൂന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമല്ല പറയുന്നത്. പകരം ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒബ്ജക്റ്റ് അറ്റ് എഫ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ഒപ്റ്റിക് സെന്റർ ആൻഡ് എഫ്, ബിറ്റ്വീൻ എഫ് ആൻഡ് 2f, അങ്ങനെ പല പൊസിഷൻസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ റൂൾസ് വെച്ച് വരച്ചു നോക്കിയാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. Now the next one is power of a lens. Power of a lens എന്ന് പറയുന്നത് അതിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ്. നമുക്ക് ഫോക്കൽ ലെങ്ത്തിന്റെ വാല്യൂ നമ്മൾ സാധാരണ നമുക്ക് കിട്ടാറുള്ളത് 10 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ ഇങ്ങനെയൊക്കെയാണ്. സെന്റിമീറ്ററിലുള്ള ആ ഫോക്കൽ ലെങ്തിനെ മീറ്ററിലേക്ക് ആക്കുക. 15 സെന്റിമീറ്റർ ആണെങ്കിൽ 0.15 മീറ്റേഴ്സ് അല്ലെ. 0.15ന്റെ റെസിപ്രോക്കൽ 1/0.15 എന്ന് പറയുന്നതായിരിക്കും ആ ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അതിന്റെ യൂണിറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും? ലെങ്തിന്റെ യൂണിറ്റിന്റെ റെസിപ്രോക്കൽ, അതായത് മീറ്റർ റേസ് ടു -1, മീറ്റർ റേസ് ടു -1 അഥവാ ഡയോപ്റ്റർ എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഈ പവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസിന് അത് പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. Now the next one is combination of lenses in contact. നമ്മൾ ലെൻസുകൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഒരു ലെൻസ് ആയിരിക്കില്ല ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിൽ ഉള്ളത്.
അപ്പൊ നമ്മൾ ലെൻസിന്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യും. അതായത് ഇപ്പൊ മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് ഒക്കെയാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ പവർ ഇതെല്ലാം കൂട്ടി എടുക്കാൻ വേണ്ടി, ഇൻ ഇഫക്റ്റ് അതിന്റെ ഫോക്കൽ ലെങ്തിന് വ്യത്യാസം വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഫോക്കൽ ലെങ്തിന്, പവറിന്, മാഗ്നിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് ഡിഫറൻസ് വരുന്നതെന്ന് നോക്കാം. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ലെൻസിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1/f വിൽ ബി ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. അതേസമയം പവർ ആണെങ്കിലോ അത് ജസ്റ്റ് അതിന്റെ സം ആണ്. കാരണം 1/f എന്ന് പറയുന്നതാണ് പവർ. അപ്പൊ അതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കലിന്റെ സം ആയിരിക്കും പവറിന്റെ ഇഫക്റ്റീവ് വാല്യൂ. പക്ഷേ അവിടെ ഒരു ഡിഫറൻസ് എന്തിനു മാത്രമേ ഉള്ളൂ? മാഗ്നിഫിക്കേഷന് മാത്രമേ ഉള്ളൂ. രണ്ട് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ലെൻസിന്റെയും മാഗ്നിഫിക്കേഷനുകളുടെയും പ്രോഡക്റ്റ് ആണ്. M1 M2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഇഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. Now next one, it is an important one. പ്രാക്ടിക്കലിന് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൂടാതെ അതൊരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ കൂടിയാണ്, റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ പ്രിസം ആണ്. PQR എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ പ്രിസം ആണ്. സോ ആംഗിൾ A can be taken as angle of the prism. ഇവിടെ നമുക്ക് EF എന്ന് പറയുന്നത് ഒരു ഇൻസിഡന്റ് റേ ആണ്. ഇൻസിഡന്റ് ആംഗിൾ ആണ് I1. I1 is the angle of incidence and the ray FG is the refracted ray into the prism and GH is the emergent ray. So R1 and R2 can be taken as angles of refraction and I2 is the emergent angle of emergence. I2 നെ നമുക്ക് എന്ത് വിളിക്കാം? Angle of emergence എന്ന് വിളിക്കാം. മനസ്സിലായോ? ഇനി ഈ I1 ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെയാ വരുന്നത്? PQ എന്ന് പറയുന്ന സർഫസിന്റെ നോർമൽ ആണ് N1. ആ നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി പ്രിസത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേ ആണ് FG എന്ന് പറയുന്നത്. FGക്കും ഈ നോർമലിനും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1. ഈ താഴെയുള്ള ആംഗിൾ മാത്രമാണ് R1 എന്ന് പറയുന്നത്. ഇനി FG എന്ന് പറയുന്ന ലൈറ്റ് റേ PR എന്ന് പറയുന്ന സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ PRന്റെ സർഫസ് നോർമലിന് ഇടയിൽ ഈ റിഫ്രാക്റ്റഡ് റേ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് PRന്റെ സർഫസിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R2. PG സർഫസിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന GH എന്ന് പറയുന്ന എമർജന്റ് റേക്കും ആ സർഫസിലെ നോർമലിനും ഇടയിലുള്ള ആംഗിൾ ഓഫ് എമർജൻസിനെ I2 എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ആംഗിൾസ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ആംഗിൾ ഉണ്ട്, പറഞ്ഞു തരാം. EF എന്ന് പറയുന്ന ഇൻസിഡന്റ് റേയെ നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതുകൂടാതെ GH എന്ന് പറയുന്ന എമർജന്റ് റേയും ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോ ഈ രണ്ട് റേസിന്റെയും ഇടയിൽ വരുന്ന ആംഗുലാർ സെപ്പറേഷൻ എന്താണത്? ഇൻസിഡന്റ് റേക്കും എമർജന്റ് റേക്കും ഇടയിൽ വന്ന ആംഗിൾ ആണല്ലോ അത്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഇക്വിലാറ്ററൽ പ്രിസത്തിന്റെ കുറച്ച് മാത്തമാറ്റിക്കൽ ടേംസ് ഒക്കെ വെച്ച് നമുക്ക് റിലേഷൻസ് പ്രൂവ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ PFNG. ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും സം 180 ആയിരിക്കും അല്ലെ. അപ്പൊ PF എന്ന് പറയുന്ന ഈ P എന്ന് പറയുന്നത് ആംഗിൾ A തന്നെയാണ്, ആംഗിൾ ഓഫ് ദ പ്രിസം. അപ്പൊ ആംഗിൾ ഓഫ് ദ പ്രിസം പ്ലസ് ആംഗിൾ N എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. വേറെ ഒന്നും കൊണ്ടല്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററലിന്റെ സം 180 ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം, FNG എന്ന് പറയുന്ന ട്രയാങ്കിൾ. FNG എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെയും സമ്മും 180 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N 180 ഡിഗ്രി. ഈ രണ്ട് റിലേഷൻസും നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? ആംഗിൾ A ഈസ് ഈക്വൽ ടു
R1 plus R2. So here there is a printing error. You just rewrite here angle A equal to R1 plus R2. ദാ ഇവിടെ അങ്ങോട്ട് സ്പ്ലിറ്റ് ആയി പോയി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ 1ന്റെ നേരെ നിങ്ങൾ എന്ത് എഴുതണം? ആംഗിൾ A equal to R1 plus R2. So that is the first relation you are getting. ഇനി നമുക്ക് കുട്ടികളെ ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ദാ ഈ രണ്ട് ആംഗിൾസിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, അഥവാ ഈ രണ്ട് ഇന്റീരിയർ ആംഗിൾസിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഡെൽറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ. ഈ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ദാ ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഈ രണ്ട് ആംഗിൾസ് എന്താന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഏതാണ് ആ ആംഗിള്? ഓ എഫ്, ദാ ഈ ജി എന്ന് പറയുന്ന ഈ റേ, ഓ എഫ് ജി കണ്ടോ? ഈ ഓയിൽ നിന്ന് എഫ് എന്ന പോയിന്റിൽ എത്തിയിട്ട് ഇതാ വരുന്ന ഈ റിഫ്രാക്റ്റഡ് റേയിൽ കൂടി വരുന്ന ഇത്. അപ്പൊ അതായത് ഇതിനിടയിലുള്ള ഈ ആംഗിൾ അതെത്രയായിരിക്കണം? യു ജസ്റ്റ് ലുക്ക് ദ ഫിഗർ. ഒ എഫ് എൻ എന്ന് പറയുന്നത് OFN എന്ന് പറയുന്നത് I1 ആയിരിക്കില്ലേ? I1 എന്ന് പറയുന്ന ആംഗിൾ അല്ലേ? അപ്പോ ദിസ് മച്ച് ആംഗിൾ, ദിസ് എൻറ്റയർ ആംഗിൾ എഫ്, ടോട്ടൽ ആംഗിൾ എഫ് എന്ന് പറയുന്നത് I1 ആണ്. ആൻഡ് ദിസ് സ്മോൾ ആംഗിൾ ഇസ് R1 അല്ലെ. താഴെയുള്ള ഈ വാല്യൂ ട്രയാംഗിളിന്റെ അകത്തുള്ള ഈ പറയുന്ന റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് R1 ആണ്. അങ്ങനെയാണെങ്കിൽ I1 മൈനസ് R1 ആയിരിക്കില്ലേ ഈ മുകളിലുള്ള ആംഗിൾസ് ഇല്ലേ? OFG എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര വരും? I1 മൈനസ് R1. മനസ്സിലായെന്ന് കരുതുന്നു. സിമിലർലി ഈ സൈഡ് നിങ്ങൾ നോക്കിക്കേ, ഈ OGN എന്ന് പറയുന്ന ദിസ് എൻറ്റയർ ആംഗിൾ ഷുഡ് ബി I2. ഈ I2 എന്ന് പറയുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എന്ത്? OGN എന്ന് പറയുന്ന ദിസ് എൻറ്റയർ ആംഗിൾ ഷുഡ് ബി I2. Now what is this much angle? OGF എന്ന് പറയുന്ന ഈ സ്മോൾ ആംഗിൾ എന്ത് വരും? That will be I2 minus R2. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ എൻറ്റയർ ആംഗിൾ അല്ല I2 minus R2, this small angle only. Okay, so delta can be written as I1 minus R1 plus I2 minus R2. അതാണ് ഇവിടെ എഴുതിയത്. മനസ്സിലായോ? Delta can be written as I1 minus R1 plus I2 minus R2. അപ്പോ ഈ I1 minus R1 plus I2 minus R2 റീറൈറ്റ് ചെയ്തു. I1 plus I2 minus of R1 plus R2. ഇവിടത്തെ നമുക്ക് റിലേഷനിൽ നിന്ന് എന്താ കിട്ടിയത് പിള്ളേരെ? ആംഗിൾ A equal to R1 plus R2. അപ്പൊ ഇതിന് പകരം എന്തെടുക്കാം? I1 plus I2 minus A. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. So angle of deviation delta equal to I1 plus I2 minus A. Now you look in the figure. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത, FG എന്ന് പറയുന്ന റിഫ്രാക്റ്റഡ് റേ ഇറ്റ് ഈസ് പാരലൽ ടു ദ ബേസ് QR. ഇത് എപ്പോഴും സംഭവിക്കുന്ന കേസ് അല്ല. കാരണം QR-ന് പാരലൽ ആയിട്ട് ഒരിക്കലും റിഫ്രാക്റ്റഡ് റേ വരണമെന്നില്ല. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഫോർ വൺ കണ്ടീഷൻ. ആ കണ്ടീഷനെയാണ് നമ്മൾ വിളിക്കുന്നത് മിനിമം ഡീവിയേഷൻ. അതായത് ഈ ആംഗിൾ ഡെൽറ്റയ്ക്ക് ഏറ്റവും ലീസ്റ്റ് വാല്യൂ വരുന്ന കണ്ടീഷൻ. ആ മിനിമം ഡീവിയേഷൻ കണ്ടീഷനിൽ മാത്രമാണ് FG എന്ന് പറയുന്ന റിഫ്രാക്റ്റഡ് റേ QR എന്ന് പറയുന്ന ബേസിന് പാരലൽ ആയിട്ട് വരും. അങ്ങനെ പാരലൽ ആയിട്ട് വരുന്ന കണ്ടീഷനിൽ വേറെ ചില കാര്യങ്ങളും കൂടെ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുക? I1 will be equal to I2. I1 will be equal to I2 എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും? I എന്ന് നമുക്ക് എടുക്കാം. I1 plus I2 2i. 2i minus a ആണ് എന്ത്? ഡെൽറ്റ. 2i minus a ആണ് ഡെൽറ്റ. സോ ഡെൽറ്റ will be equal to 2i minus a. ഈ ഡെൽറ്റയുടെ വാല്യൂ ഈ കണ്ടീഷനിൽ നമുക്ക് എന്തെന്ന് എടുക്കാം? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ DM. Another condition happening is that R1 will be equal to R2. R1 എന്തിനോട് ഈക്വൽ ആയിരിക്കും? R2 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എടുത്ത ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? R1 plus R2 equal to angle A. അപ്പൊ 2 times R equal to angle A എന്ന് വന്നില്ലേ? 2 times angle R equal to A എന്ന് വന്നു. That is another relation happening in the minimum deviation condition.
Now you can take the Snell's law. നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ, അതായത് പ്രിസം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ സ്നെൽസ് ലോ അനുസരിച്ച് sin I by sin R ആണ് the റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വൺ. മനസ്സിലായോ? അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ കണ്ടുപിടിക്കാൻ നമുക്ക് സ്നെൽസ് ലോ ഉപയോഗിക്കാം. അപ്പൊ ഐക്ക് പകരം നമ്മൾ എന്തെടുക്കും? ഈ റിലേഷനിൽ നിന്ന് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈക്വൽ ടു 2i മൈനസ് എ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് 2i ഈക്വൽ ടു എന്ത് കിട്ടും? a പ്ലസ് ഡി. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഓർ i is ഈക്വൽ ടു a പ്ലസ് ഡി ബൈ 2. സിമിലർലി നമുക്ക് വേറെന്താ കിട്ടിയിരിക്കുന്നത്? ആംഗിൾ എ ഈക്വൽ ടു 2 ടൈംസ് ആർ. അപ്പൊ ആർ എന്താണെന്ന് കിട്ടി? a by 2 ആണെന്ന് കിട്ടി. അപ്പൊ ആറിന് പകരം a by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം വിൽ ബി ഈക്വൽ ടു സൈൻ ഓഫ് a പ്ലസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ a by 2. ഓക്കെ, ഈ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് നന്നായിട്ട് എഴുതി പഠിക്കണം. കൂടാതെ അതിന് നമുക്കൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വേഴ്സസ് ആംഗിൾ ഓഫ് ഡീവിയേഷന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതാണ് ആ ഗ്രാഫ്. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ആംഗിൾ ഓഫ് ഡീവിയേഷന്റെ സ്വഭാവം എന്താ നോക്ക്. ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ പർട്ടിക്കുലർ വാല്യൂവിന്റെ പ്രത്യേകത എന്താണ്? അതിനെയാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കിട്ടിയാൽ വീണ്ടും ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ ഒരു യു ഷേപ്ഡ് ഗ്രാഫ് ആണ് നമുക്ക് കിട്ടുക. Okay, so this graph is also important. Now another subdivision for that. For a small angled prism, നമുക്ക് sin theta can be approximated as theta, അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് can be approximated as a plus d by 2 by a by 2. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് you can arrive at the refractive index, angle of minimum deviation, etc. Okay, thank you.